ഈ മുസാഫ് ഈ മുസാഫിനെ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇതിലിപ്പോ കുറെ അറിവുകൾ കിടക്കുന്നുണ്ട്. അത് തൗറാത്ത. ഇതിന്ന് നമുക്ക് ഓരോന്നും ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. അത് ഇഞ്ചീലാണ്. ഇത് വായിച്ചെടുക്കാനുള്ള നമ്മിലെ ഉപകരണം ഉണ്ട്. അത് ഖുർആനാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇതിൽ ഒരുപാട് അറിവുകൾ മൂടിക്കിടക്കുന്നുണ്ട്. അതാണ് തൗറാത്ത്. ഒന്നുകൂടി പറഞ്ഞപ്പോ ഇപ്പൊ നമുക്ക് കുറെ അറിവുകൾ ഇന്നലത്തെ കിട്ടിയില്ല. ഇന്ന് കിട്ടി. അത് ഇന്നലെ തൗറാത്ത്. ഇന്നിപ്പോ അത് തെളിഞ്ഞു കിട്ടിയപ്പോ അത് ഇഞ്ചല വെളിപ്പെട്ടു. തവാറ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മൂടിക്കിടക്കുക എന്നാണ്. യതവാറ മിനൽ ഖൗമി ഹത്താ തവാറത്ത് ബിൽ ഹിജാബ്. അത് ഹിജാബിൽ പോയി മറഞ്ഞു. തവാറ എന്ന് പറഞ്ഞാൽ മൂടിക്കിടക്കുകയാണ്. ഇപ്പൊ ഇതിൽ ഒരുപാട് അറിവുകൾ മൂടിക്കിടക്കുന്നുണ്ട്. നമുക്കപ്പോ അറിയണില്ല. അത് നമുക്കിപ്പോ തൗറാത്താണ്. അതിന്നൊരു അറിവ് വെളിപ്പെട്ടു. ഇഞ്ചില ആയി വെളിപ്പെട്ട് കിട്ടി. അപ്പൊ അതിപ്പോ ഇഞ്ചില. അത് നമ്മൾ വായിച്ചെടുക്കുകയാണ്. ആ യാഥാർത്ഥ്യങ്ങൾ വായിച്ചെടുക്കുകയാണ്. അതാണ് നമ്മൾ ഖുർആൻ. ഇത് ഈ 3 ഒളിഞ്ഞു കിടക്കുന്ന അറിവിലാകട്ടെ, വെളിപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവിലാകട്ടെ, നിങ്ങൾ വായിച്ചെടുക്കുന്ന യാഥാർത്ഥ്യങ്ങളിലാകട്ടെ, ഇത് സത്യമാണ്. ഇത് സത്യമാണ്. വമൻ ഔഫാ ബി അഹ്ദിഹി മിനല്ലാഹി. അള്ളാഹുവിനോടുള്ള ഉടമ്പടി പൂർത്തീകരിക്കുക. അത് ഞാൻ ഔഫു ബിൽ ഉഹൂദ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഉടമ്പടി എന്നും അതൊക്കെ വഫ പൂർത്തീകരിക്കേണ്ടത് എന്ത്. ഈ വഫ പറഞ്ഞപ്പോഴാണ് ഒന്ന് പറഞ്ഞത്. ഒരാൾ ഇന്നലെയും കൂടിയും വീട്ടിൽ വന്നിരുന്നു. അയാൾ ചോദിച്ചത് വൈദക്കാല ഈസബിന് മറിയമ്മയാ നീ മുതവഫീക വറാഫീക ഇലയ്യ വമുതഹിറുക വജായിലുക അല്ലദീന തബഉക ഫൗക അല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമത്തി. കുറെ പറയാനുണ്ട്. വഫ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക എന്നാണ്, മരിപ്പിക്കുക എന്നല്ല. വഫ വമൻ ഔഫ. ആര് പൂർത്തീകരിക്കുന്നുവോ ബി അഹ്ദിഹി. അള്ളാഹുവിനോടുള്ള അഹ്ദ്. ആരാണ് പൂർത്തീകരിച്ചത്? ഇബ്രാഹിമുല്ലദീ വഫ. കരാറുകൾ പൂർത്തീകരിച്ചത് ഇബ്രാഹിമാണ്. അതാണ് ഇബ്രാഹിമുല്ലദീ വഫ. ഔഫു ബിൽ ഉഹൂദ്. അതാണ് യാ ഈസ ഇന്നി മുതവഫീക. അറിവിന്റെ പൂർത്തീകരണം തരുന്നത് ഞാനാണ്. നിന്നെ ഞാനാണ് മരിപ്പിക്കാന്നല്ല. ബാക്കിയുള്ളവരൊക്കെ ശൈത്താനാണ്. നിനക്ക് അറിവിന്റെ പൂർത്തീകരണം തരുന്നത് ഞാനാണ്. അതാണ് ഇന്നി മുതവഫീക. വറാഫിഉക ഇലയ്യ. എന്നിലേക്ക് നിന്നെ പൊക്കുന്നത് ഞാനാണ്. വൈജ്ഞാനികമായി നിന്നെ ഉയർത്തി, സാംസ്കാരികമായും വൈജ്ഞാനികമായും നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതും ഞാനാണ്. അല്ലാതെ ഈ ഫിസിക്കൽ ബോഡിയെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കൊണ്ടുവരികയല്ല. അങ്ങനെ മനസ്സിലാക്കുന്നവരും മനസ്സിലായിക്കോട്ടെ, തല്ലാനൊന്നും പോണ്ട. ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മക്കാനൻ അലിയ്യ. ഇദ്രീസിനെ ഞാൻ മക്കാനൻ അലിയയിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ മരക്കൊമ്പത്ത് കൊണ്ടുപോയി എന്നല്ല. അല്ലെങ്കിൽ ബുർജ് ഖലീഫയുടെ 101ാമത്തെ നിലയിൽ കൊണ്ടുപോയി എന്നല്ല. വൈജ്ഞാനികമായി ഉയർത്തിയേ അതിനർത്ഥമുള്ളൂ. സാംസ്കാരികമായി ഉയർത്തിയേ അർത്ഥമുള്ളൂ. യർഫഉല്ലാഹു അല്ലദീന ആമനു വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വിജ്ഞാനം ഉള്ള ആളുകളെ അള്ളാഹു പടിപടിയായി ഉയർത്തും. അതാണ് ഉയർത്തല്. നിന്നെ ഞാനാണ് ഉയർത്തുന്നത്. നിനക്ക് വിജ്ഞാനത്തിന്റെ പൂർത്തീകരണം തരുന്നത് ഞാനാണ്. വമുതഹിറുക. നിന്റെ മനസ്സിനെ, നിന്റെ ബുദ്ധിയെ ശുദ്ധീകരിക്കുന്നത് ഞാനാണ്. അല്ലാതെ ഓർക്ക് കൊല്ലാൻ കൊടുക്കാതെ നിന്നെ അവരെ ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്നത് ഞാനാണല്ല. നിന്റെ മനസ്സിനെയും ചിന്തയെയും ബുദ്ധിയെയും അജ്ഞതയിൽ നിന്നും പകയിൽ നിന്നുമൊക്കെ ശുദ്ധീകരിച്ച് കൊണ്ടുവരുന്ന ആളും ഞാനാണ്. വജായിലുക്കല്ലദീന കഫറു വജായിലുക്കല്ലദീന തബഉക. നിന്നെ പിന്തുടരുന്നവരെ ഞാൻ ആക്കും. ഫൗകല്ലദീന കഫറു. കാഫിരീങ്ങളുടെ മുകളിലായിരിക്കും അവർ. ഇലാ യൗമിൽ ഖിയാമത്തി. ഖിയാമനാൾ വരെ. അതായത് ഈസയെ പിന്തുടരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിജ്ഞാനത്തെ സ്വീകരിക്കുന്ന ആളുകളിനെ അർത്ഥമുള്ളൂ. മനസ്സിനെ പരിശുദ്ധമാക്കുന്ന ആളുകളിനെ അർത്ഥമുള്ളൂ. അറിവിന്റെ പൂർണ്ണതയിലേക്ക് വരുന്ന ആളുകളിനെ അർത്ഥമുള്ളൂ. ഇവരെ പഠിക്കാത്ത, അന്വേഷിക്കാത്ത, ചിന്ത ഉപയോഗിക്കാത്ത ആളുകളെക്കാൾ എന്നും അവർ മുകളിലായിരിക്കും. അല്ലാതെ ക്രിസ്ത്യാനികളെ ലോകാവസാനം വരെ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ മേലേക്കാരെന്നല്ല. ക്രിസ്ത്യാനികളാണല്ലോ ഇപ്പൊ ഈസയെ പിന്തുടരുന്നവർ. ഇനിയിപ്പോ നമ്മളെ ഭാഷയിൽ ശരിക്ക് ഈസയെ പിന്തുടരുന്നവർ മുസ്ലിങ്ങളാണ്. ലോകാവസാനം വരെ മേലെയാണോ? ഇപ്പോഴും മേലെയല്ല, ഇപ്പോഴും താഴെയാണ്. അപ്പൊ പിന്നെ ഈ പറഞ്ഞതെന്താണ്? അള്ള വെറുതെ പറഞ്ഞത് വജായിലുല്ലദീന തബഉക. നിന്നെ പിന്തുടരുന്നവരെ ഞാൻ ആക്കും. ഫൗകല്ലദീന കഫറു. കാഫിരീങ്ങളുടെ മുകളിലാക്കും. യൗമിൽ ഖിയാമത്തി. അന്ത്യനാൾ വരെ. മുസ്ലിങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ഹാറൂൺ റഷീദിന്റെ, അമീൻ മഹ്മൂദിന്റെ കാലഘട്ടം ചരിത്രം ശരിയാണെങ്കിൽ തന്നെയും
അതിനുശേഷം മുസ്ലിങ്ങൾക്ക് വൈജ്ഞാനിക രംഗത്ത് ഒരു ഉയർച്ച കിട്ടിയിട്ടില്ല. ഇപ്പോഴും പിന്നിലാണ് വൈജ്ഞാനിക രംഗത്ത്. അപ്പൊ ഫൗക്കല്ലദീന കഫറൂ എന്ന് പറഞ്ഞത് പിന്നെ എന്താണ്? അപ്പൊ അതല്ല, അന്വേഷിക്കുകയോ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ആളുകളെക്കാൾ അന്വേഷിക്കുകയും പഠിക്കുകയും വിജ്ഞാനത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈസയെ പിന്തുടരുന്ന ആളുകളെ ഞാൻ മുകളിലാക്കും. അത് സത്യമാണ്. അത് അവര് എന്നും മുകളിൽ തന്നെയാണ്. ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ റബ്ബുൽ ആലമീന് വേണ്ടി നിലനിൽക്കുന്ന അവസ്ഥ. യൗമ യഖൂമുൻ നാസു ലി റബ്ബിൽ ആലമീൻ, അതാണ് ഒരാളുടെ ഖിയാം. റബ്ബുൽ ആലമീൻ വിജ്ഞാനത്തിന്റെ ലോകത്ത് ഇവനെ നയിക്കുന്ന ബോധം എന്തുണ്ടോ ആ ലോകത്ത് ഇവൻ വിജ്ഞാനത്തിന്റെ ലോകത്താണ് ഇവന്റെ റബ്ബ് ഇവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവന്റെ ബോധതലം ഇവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരവസ്ഥാവിശേഷത്തിൽ ഒരാൾ എത്തുന്നതാണ് അവന്റെ യൗമുൽ ഖിയാമത്ത്. അന്ന് അവന്റെ അജ്ഞതയുടെ മൂടിയൊക്കെ തുറക്കപ്പെടും. അജ്ഞതയുടെ മൂടിയൊക്കെ അവന് തുറന്നു കൊടുക്കും. അതാണ് അവന്റെ യൗമുൽ ഖിയാമത്ത്.